നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപക തട്ടിപ്പ് കേസ്. തട്ടിപ്പിനിരയായവർ ജില്ലാ പോലീസ് മേധാവിയെ കണ്ടു. ആശുപത്രി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നതായി പരാതി. UDF കൗൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി. ചെർപ്പളശ്ശേരിയിലെ UDFകാർ മോശക്കാരെന്ന് CPM കരുതേണ്ടെന്ന് ലീഗ് നേതാവ് KK അസീസ്. ആരോഗ്യമേഖലയ്ക്കും കൃഷിക്കും ഊന്നൽ നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. 135.81 കോടിയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പുതിയ ശുദ്ധജല പദ്ധതികൾക്കും തുക. ഭവന നിർമ്മാണത്തിനും ആരോഗ്യമേഖലയ്ക്കും ഊന്നൽ നൽകി താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. ബജറ്റിലേത് ഭാവനാശൂന്യമായ പദ്ധതികളെന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ. പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. CVR നിക്ഷേപക തട്ടിപ്പിനെതിരെ മണ്ണാർക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ CVR ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. തട്ടിപ്പിനിരയായവർ ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് പരാതി ബോധിപ്പിച്ചു. സൗജന്യ ചികിത്സയും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച ശേഷം ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിയതോടെയാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആശുപത്രി ചെയർമാൻ മുഹമ്മദ് റിഷാദ്, ഭാര്യ ഷഹാന, റിഷാദിന്റെ പിതാവ് അലി, ജീവനക്കാരായ P. സത്താർ, ജിൻഷ എന്നിവരാണ് മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപകരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിക്ഷേപകർ പോലീസിന് നൽകിയ പരാതികളിൽ നടപടി സ്വീകരിക്കുന്നതിലെ മെല്ലെപ്പോക്കിൽ ആശങ്കയറിയിച്ച് മണ്ണാർക്കാട് DYSP, ജില്ലാ പോലീസ് മേധാവി എന്നിവരെ നിക്ഷേപകർ കണ്ടു. കേസന്വേഷണം ഊർജിതമാക്കുമെന്ന് ഇരുവരും ഉറപ്പു നൽകിയതായി നിക്ഷേപകർ പറഞ്ഞു. റിഷാദിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം 100 കണക്കിന് നിക്ഷേപകർ നഗരത്തിൽ പ്രകടനവും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ധർണയും നടത്തിയിരുന്നു. തുടർന്ന് വാർത്താസമ്മേളനം നടത്താൻ എത്തിയ റിഷാദിനെ പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിക്ഷേപകർ തടഞ്ഞിരുന്നു. ഷെയർ ഹോൾഡർമാരുടെ യോഗം വിളിക്കാമെന്ന് ഉറപ്പു പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ട റിഷാദ് പിന്നീട് നിക്ഷേപകരെ കാണാൻ തയ്യാറായില്ല. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. ബസ് സ്റ്റാൻഡിന് സമീപം UDF കൗൺസിലർമാർ ധർണ നടത്തി. ധർണ KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരിയിലെ UDFകാർ മോശക്കാരാണെന്ന് CPM കരുതേണ്ടെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ KK അസീസ് പറഞ്ഞു. ചെർപ്പളശ്ശേരി നഗരസഭയിൽ വാർഷിക പദ്ധതി വിഹിതം നൽകുന്നതിൽ UDF കൗൺസിലർമാരോട് ഭരണസമിതി വിവേചനം കാണിച്ചുവെന്നാരോപിച്ചാണ് UDF കൗൺസിലർമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്ന് പറഞ്ഞ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ വാർഡുകളിൽ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കുന്ന തുകയിൽ കാര്യമായ അന്തരമുണ്ടാക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ വാർഡുകളിൽ പ്രദേശങ്ങളിൽ വികസന കാര്യങ്ങളിൽ നഗ്നമായ പക്ഷപാതിത്വം കാണിക്കുന്നു, രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു. ആ രാഷ്ട്രീയ വിവേചനത്തിനെതിരായാണ് ഞങ്ങളിവിടെ നിരന്തരമായി ചെർപ്പളശ്ശേരിയുടെ നഗരസഭയ്ക്കകത്ത് നിന്ന് പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നിരന്തരമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. പദ്ധതി വിഹിതത്തിലെ അവഗണന ചൂണ്ടിക്കാണിച്ചതിന് UDF കൗൺസിലർമാരെ മോശമായി ചിത്രീകരിച്ചുവെന്നും ചെർപ്പളശ്ശേരിയിലെ UDFകാർ മോശക്കാരാണെന്ന് ആരും കരുതേണ്ടെന്നും ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അസീസ് പറഞ്ഞു. ഇപ്പോൾ അനുവദിച്ചു വരുന്നൊരു നയം ചെയർമാനാണ്. ഈ നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ വെച്ചുകൊണ്ട് ചെയർമാനിൽ ഇതിലേറെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ പിടിച്ചതിനേക്കാൾ വലുതാണ് മടയിലുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഷബീറെ, ചെയർമാനാണ് മര എന്ന് നോക്കുമ്പോൾ ചെയർമാനേക്കാൾ മേലെയാണ് ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച ചില തകരകളൊക്കെ ഇടക്കഴുത്ത് വണ്ണം വെച്ച് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ. ഞങ്ങളുടെ കൗൺസിലർമാര് ഭൂരിപക്ഷവും വനിതകളാണ്. അപ്പൊ ഞങ്ങളുടെ കൗൺസിലർമാർ വിജയിച്ച വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ആ വികസന പ്രവർത്തനം ഞങ്ങളുടെ കൗൺസിലർമാർ തന്നെ എഴുതി കൊടുത്ത് ഭരണസമിതിയുടെ മുമ്പാകെ കൊണ്ടുവന്നതാണ്.
പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ കൗൺസിലർമാരെ അറിയാതെ അവരിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ചില വിദ്വാൻമാരെ തൊട്ടപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. വാട്ടർ കണക്ഷൻ കൊടുക്കുന്നു, വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ നീട്ടുന്നു. അപ്പൊ ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്താണ്. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മുന്നേ പിന്നെ നിങ്ങൾക്കതില്ല. ഈ പരാതി നഗരസഭയിൽ പറഞ്ഞു. നഗരസഭയിൽ പറഞ്ഞപ്പോൾ ബൂമറാങ് പോലെയാണ് ഇവിടുത്തെ ചില ആളുകൾ, ചില മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ കൗൺസിലർമാരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റി. ഒന്നിനും കൊള്ളാത്തവരെ. പക്ഷെ ഞങ്ങളത്ര മോശക്കാരൊന്നല്ല. കാരണം ഇവിടെ നിങ്ങളെ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ലേ? അവിടെ നിന്നോട്ടാണല്ലോ ഞങ്ങൾ തച്ചും തടുത്തും തടവിയും ഒക്കെ ഇവിടെ എത്തിയത്. ഈ ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ ഒരു നഗരസഭയാക്കി ഉയർത്തുന്നതിന് അതിനിർണായകമായ പങ്ക് വഹിച്ച് ഇതിനെ നഗരസഭയാക്കിയ നഗരസഭയുടെ പ്രഥമ ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വികസന പ്രവർത്തനം എങ്ങനെ പക്ഷപാതിത്വപരമല്ലാത്ത രീതിയിൽ ജനക്ഷേമകരമായി നടപ്പാക്കാം എന്ന് വരച്ചു കാണിച്ച ഒരു ഭരണസമിതിയോടെ ഉണ്ടായിരുന്നു എന്ന കാര്യം സംശയമൊന്നുമില്ല. അപ്പൊ അത് പറഞ്ഞ പിന്നെ എന്തെങ്കിലും തോറ്റത് എന്നാണ്. തോറ്റത് മൻമോഹൻ സിംഗ് തോറ്റില്ലേ? നഗരസഭാ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് T ഹരിശങ്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി, UDF മണ്ഡലം ചെയർമാൻ CA ബക്കർ, കൺവീനർ P അക്ബർ അലി, കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത്, P മൊയ്തീൻകുട്ടി, E ഷഹനാസ് ബാബു, K രജനി, അനീസ, ആയിഷ പാലത്തിങ്കൽ, മിസ്രിയ, ഷീജ അശോകൻ, രശ്മി സുബീഷ്, സുഹറാബി, സൽമാൻ കൂടമംഗലം, NK ബഷീർ, റഫീഖ് ചോലയിൽ, PP വിനോദ് കുമാർ, P സുബീഷ്, M ഗോവിന്ദൻകുട്ടി, MB ബീന, VG ദീപേഷ് എന്നിവർ പങ്കെടുത്തു. ആരോഗ്യത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി 2024-25 വർഷത്തേക്കുള്ള മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. 135.81 കോടി രൂപ വരവും 129.31 കോടി രൂപ ചെലവും 6.5 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അലനല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറി ആധുനിക സൗകര്യത്തോടെ നവീകരിക്കുന്നതിനും പെയിൻ ആൻഡ് പാലിറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിനും ഉൾപ്പെടെ ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അലനല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള 5 ഗ്രാമപഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ജനങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി നേരിട്ട് ആശ്രയിക്കുന്ന അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആയതിനാൽ തന്നെ ഈ ആസ്പത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ആസ്പത്രിയുടെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ആസ്പത്രിയിലെ ലാബ് ആധുനിക സൗകര്യത്തോടെ നവീകരിക്കുന്നതിനും പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനും ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ സമഗ്ര വികസനത്തിന് 1 കോടി രൂപ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക ക്ഷീരവികസന മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾക്കും നെല്ലുൽപാദനം വർദ്ധിപ്പിച്ച് നെല്ല് നേരിട്ട് സംഭരിക്കുന്നതിന് ADയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് 2.5 കോടിയും മാറ്റിവെച്ചിട്ടുണ്ട്. കഞ്ചിക്കോട് മോഡൽ വ്യവസായ പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം രൂപയും ഭിന്നശേഷിക്കാരുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിന് 50 ലക്ഷം രൂപയും നീക്കിവെച്ചു. പുതിയ ശുദ്ധജല പദ്ധതികൾക്കും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണത്തിനും 1 കോടി രൂപയും ശുചിത്വ പദ്ധതികൾക്കായി 40 ലക്ഷവും വകയിരുത്തി. PMGVK പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ആരോഗ്യം എന്നീ അടിസ്ഥാന മേഖലകളുടെ വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം 60 കോടി രൂപയുടെ പദ്ധതികൾ സർക്കാരിന് സമർപ്പിക്കും. 50-ലേറെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 14 കോടി 60 ലക്ഷം രൂപയും വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 50 കോടിയും വിദ്യാഭ്യാസ കലാകായിക പ്രവർത്തനങ്ങൾക്കായി 23 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. കൃഷി ക്ഷീരവികസനം മണ്ണാർക്കാട് ബ്ലോക്ക് പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സായ കൃഷി ക്ഷീരവികസന മേഖലയുടെ സമഗ്രമായ വികസനത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ വിളകൾക്ക് വിലയിടിവ് ഉൾപ്പെടെയുള്ള
പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ഉയർന്ന വരുമാനം ഉറപ്പാക്കി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് കാർഷിക രംഗത്തെ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് ജനകീയ ആസൂത്രണ പദ്ധതിയുമായി സംയോജിപ്പിച്ച് നടപ്പാക്കുന്നതിനും നെല്ലുൽപാദനം വർദ്ധിപ്പിച്ച് നെല്ല് നേരിട്ട് സംഭരിക്കുന്നതിനും ADAയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കുന്നത് ഉൾപ്പെടെ ഏകദേശം 2,50,00,000 രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തി. 135,83,372 രൂപ വരവും 129,31,20,000 ചെലവും 6,50,73,372 രൂപ നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി. പ്രീത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ചെറുട്ടി, ബിജി ടോമി, KP ബുഷറ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജന സത്താർ, KPM സലീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ വറോഡൻ, ഷാനവാസ്, പടുവിൽ കുഞ്ഞുമുഹമ്മദ്, PV കുര്യൻ, CK ജയശ്രീ, സെക്രട്ടറി D. അജിത് കുമാരി എന്നിവർ പ്രസംഗിച്ചു. ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ അവതരിപ്പിച്ചു. 32,54,84,659 രൂപ വരവും 31,35,72,500 രൂപ ചിലവും 1,19,159 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്ക് 1,10,00,000 പദ്ധതി വിഹിതമായും 3.5 കോടി രൂപ വായ്പയായും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജനറൽ, SC, അതിദാരിദ്ര്യ വിഭാഗങ്ങൾക്ക് വീട് റിപ്പയറിംഗിനായി 48 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. കൂടാതെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് 1 കോടി രൂപയും പട്ടികവർഗ ഉന്നമനത്തിന് 1,86,00,000 രൂപയും വകയിരുത്തി. ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കരിങ്കില്ലത്താണി ടൗണിലുള്ള ആരോഗ്യ ഉപകേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 55 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുക വകയിരുത്തിയിട്ടുണ്ട്. താഴേക്കോട് ടൗൺ നവീകരണം, യുവജനക്ഷേമ മേഖലയ്ക്ക് സ്പോർട്സ് കിറ്റ്, നൈപുണ്യ വികസനം തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ തുകയുണ്ട്. കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ബാങ്കുകളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഓപ്പൺ ജിമ്മും കുട്ടികളുടെ പാർക്കും നിർമ്മിക്കുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തി. 32,54,84,659 രൂപ വരവും 31,35,72,500 രൂപ ചിലവും 1,19,159 രൂപ മിച്ചവും വരുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ അവതരിപ്പിച്ചു. ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകി കഴിഞ്ഞ വർഷങ്ങളെ പോലെ 2024-25 1 കോടി രൂപ വകയിരുത്തുന്നു. ബഡ്സ് സ്കൂൾ നിർമ്മാണ തുടർ പ്രവർത്തനങ്ങൾക്ക് 29 ലക്ഷവും സ്കോളർഷിപ്പ്, ബഡ്സ് സ്കൂൾ നടത്തിപ്പ്, ഉപകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൃഗ സംരക്ഷണ മേഖലയിൽ കാലിത്തീറ്റ, കറവ പശു, പശുക്കുട്ടി വിതരണം, മുട്ടക്കോഴി വിതരണം, മരുന്ന് വിതരണം, ആട് വിതരണം തുടങ്ങിയ പദ്ധതികൾക്കും ആശുപത്രി നവീകരണത്തിനും 74 ലക്ഷം രൂപ വകയിരുത്തുന്നു. പ്രസിഡന്റ് KP സോഫിയ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T. ഷീല, ഫാറൂഖ് പൂക്കോടാൻ, അച്ചിപ്ര മുസ്തഫ, ഷാജി പൊന്നേത്ത്, PM ഫാറൂഖ്, VP റഷീദ്, മുസ്തഫ വാഴത്തൊടി, റിയാസ് മാടാമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലെ കുട്ടികൾക്കുള്ള ഭക്ഷണ വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് അംഗങ്ങൾ ബജറ്റ് അവതരണ വേളയിൽ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് VP റഷീദിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബജറ്റിൽ ഒരു പുതുമയുമില്ലെന്നും ആരോപണം. അംഗൻവാടികൾക്കാവശ്യമായ അരി, മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഉടൻ ലഭ്യമാക്കണമെന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ബജറ്റ് ചർച്ചയിൽ ബജറ്റിനെ പൂർണ്ണമായും എതിർത്താണ് ലീഗ് അംഗങ്ങൾ സംസാരിച്ചത്. ഭാവനാശൂന്യമായ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബജറ്റാണെന്നും യുവാക്കളുടെ തൊഴിലില്ലായ്മ, കുടിവെള്ള പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം, ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണം, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, റിപ്പയർ, ആശുപത്രി കെട്ടിട പ്രവർത്തനം സജ്ജമാക്കൽ എന്നീ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ കൃത്യത വരുത്താൻ ബജറ്റിന് സാധിച്ചില്ല എന്നും മുസ്ലിം ലീഗ് അംഗങ്ങൾ ആരോപിച്ചു. VP റഷീദ്, മുസ്തഫ വാഴത്തൊടി, റിയാസ് മാടാമ്പാറ, റഹ്മത്ത് മലയിൽ, ഖദീജ EP, EK ഫസീല, നഫീസ MK എന്നിവരാണ് പ്രതിഷേധം അറിയിച്ചത്.
പെരിന്തൽമണ്ണ നഗരസഭയിലെ നവീകരിച്ച ടൗൺ ഹാൾ കക്കൂത്ത് റോഡ് ഉത്സവാന്തരീക്ഷത്തിൽ നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. നജീബ് കാന്തപുരം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ 5, 3, 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ടൗൺ ഹാൾ നമ്പ്യാർപാടി ജംഗ്ഷൻ കക്കൂത്ത് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രധാന മിനി ബൈപ്പാസ് റോഡുകളിൽ ഒന്നാണിത്. നജീബ് കാന്തപുരം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി. ഉത്സവാന്തരീക്ഷത്തിൽ നജീബ് കാന്തപുരം MLA റോഡ് നാടിന് സമർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയം വെച്ച് വികസനത്തെ കണ്ടിട്ടില്ലെന്നും കൈകോർത്താൽ ഏതു വികസനവും നടപ്പാക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. 6 പഞ്ചായത്തുകളും നഗരസഭയുമുള്ള തൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഈ റോഡിനാണെന്നും കക്കൂത്ത് വരെ കൂടിയും പൂർത്തീകരിക്കുന്നതിന് 1 കോടി രൂപയും കൂടിയും അനുവദിച്ചതായും MLA പറഞ്ഞു. അടിവരയിടുകയാണ്. ഈ നാട് നമ്മളുടേതെല്ലാവരുടേതുമാണ്. ഈ നാട് വികസിക്കേണ്ട ആവശ്യം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നുവരെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വികസനത്തെ ഞങ്ങൾ അങ്ങനെ നോക്കി കണ്ടിട്ടില്ല എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാം. നമുക്ക് നാട് മാറണം. ഇത് ഞങ്ങളൊരു റോഡ് വരുമ്പോൾ ആ റോഡിൻ്റെ മേലെ കൂടി UDFകാർ മാത്രമല്ല പോകുന്നത്, എല്ലാവരും പോകുന്നു. അതുപോലെ ചെയർമാൻ ഇവിടെ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ പൊതുവായ സ്വത്താണ്. നമുക്ക് അങ്ങനെ ഉണ്ടാവണം. ആ കൾച്ചറുള്ള സ്ഥലമാണ് പെരിന്തൽമണ്ണ എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇത് കാലങ്ങൾ കൊണ്ടുണ്ടായതാണ്. രാഷ്ട്രീയമായി നമുക്കൊക്കെ നിലപാടുകൾ, വ്യത്യാസങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടാവണം. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. 6 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയാണ് നമ്മളെ മണ്ഡലത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫണ്ട് വെച്ചത് മുനിസിപ്പാലിറ്റിയിലാണെന്ന് ബഹുമാന്യനായ ചെയർമാനോട് സന്തോഷപൂർവ്വം അറിയിക്കുക. അതിലൊരു കക്ഷി രാഷ്ട്രീയവും നോക്കിയിട്ടില്ല. അതിലാവശ്യമുള്ള സ്ഥലത്ത് നമ്മളെ പരിമിതമായ ഫണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും അത് പരമാവധി. 2 കോടി വെച്ച്, എന്നാൽ ഇപ്പോൾ 2 കോടിയിലും തീരൂല എന്നായി. എന്നാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു, അത് എത്ര കോടിയായാലും തീർത്തിട്ട് തന്നെ കാര്യം. ഇത് സമ്പൂർണ്ണമായി നമുക്കിത് ഈ ഒരു ബൈപ്പാസിനെ നമുക്കൊരു നല്ല ബൈപ്പാസാക്കി മാറ്റണം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ മയൂരി ജംഗ്ഷനിൽ നിന്നുള്ള ട്രാഫിക് ജാമാണ് നമ്മൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നത്. ഈ ബൈപ്പാസ് വരുന്നതോടെ അത് ഒഴിവാകുകയാണ്. നഗരത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്കൊരു ശ്വാസമുട്ടലിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് ഈ ബൈപ്പാസ് കൊണ്ട് നമ്മൾ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭാ ചെയർമാൻ P. ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പരിഗണിക്കപ്പെടുമ്പോഴാണ് നാട് വികസിക്കുക എന്നും നഗരസഭയിലെ റോഡ് വികസനം നജീബ് കാന്തപുരം MLAയുടെ സഹായത്തോടെ നടപ്പായതിൽ സന്തോഷമുണ്ടെന്നും നഗരസഭാ ചെയർമാൻ P. ഷാജി പറഞ്ഞു. തീർച്ചയായും പെരിന്തൽമണ്ണയുടെ പ്രിയങ്കരനായ MLA നഗരസഭയുടെ ഈ റോഡ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏവർക്കും അതിയായ സന്തോഷമാണുള്ളത്, അഭിമാനമാണുള്ളത്. അതിനുള്ള പ്രത്യേക നന്ദി MLAയോട് ഈ അവസരത്തിൽ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നാടിനെ പരിഗണിക്കാൻ കഴിയുമ്പോഴാണ് ഒരു നാടിന് വികസിക്കാൻ വേണ്ടി കഴിയുക. അക്ഷരാർത്ഥത്തിൽ പെരിന്തൽമണ്ണയുടെ ചരിത്രം ആ കക്ഷി രാഷ്ട്രീയത്തെ വികസന കാര്യങ്ങളിൽ മാറ്റി നിർത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പെരിന്തൽമണ്ണയോടൊപ്പം നഗരസഭയായ അല്ലെങ്കിൽ വികസിച്ച നഗരത്തേക്കാൾ കൂടുതൽ വികസിക്കാനും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനും വലിയ രൂപത്തിൽ ശ്രദ്ധ നേടാനും പെരിന്തൽമണ്ണയ്ക്കായിട്ടുള്ളൂ. നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ പച്ചേരി ഹുസൈന നാസർ, താമരത്ത് സലീം, MM സക്കീർ ഹുസൈൻ, പച്ചേരി ഫാറൂഖ്, ജിതേഷ്, സജന ഷേജൽ, കൃഷ്ണപ്രിയ, ഹുസൈൻ റിയാസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ V. ബാബുരാജ്, നാലകത്ത് ഷൗക്കത്ത്, അസീസ് കൊളക്കാടൻ, ബഷീർ പടിഞ്ഞാറേതിൽ, MB ഫസൽ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അരഞ്ഞിക്കൽ ആനന്ദൻ, പച്ചേരി നാസർ, KP ഫാറൂഖ്, തെക്കത്ത് ഉസ്മാൻ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, VC അബ്ദുറഹ്മാൻ, പട്ടാണി ഹംസു, MK ഷൗക്കത്ത്, താമരത്ത് ഹംസു, ഷെരീഫ് കക്കൂത്ത്,
ഉനൈസ് കക്കൂത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ ഗതാഗതം കാലങ്ങളായി ദുഷ്കരമായിരുന്നു. റോഡ് നവീകരിക്കുക എന്നത് നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യവുമായിരുന്നു. നാട്ടുകാരുടെ ദുരിതത്തിനാണ് റോഡ് ഗതാഗത യോഗ്യമായതോടെ പരിഹാരമായത്. ഇത് കുറേ കാലമായിട്ട് ഈ റോഡ് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയായിരുന്നു. പൈപ്പിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പൈപ്പിൻ്റെ വർക്ക് കഴിയാൻ വൈകിയതോടുകൂടി ഒരുപാട് ജനങ്ങൾക്ക് ഇതിൽ സഞ്ചരിക്കാനും ഇതിനുമൊക്കെ ബുദ്ധിമുട്ട് കിടക്കുകയായിരുന്നു. എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ കോൺട്രാക്ടർ ഇത് പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ജനങ്ങളും നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. 3, 5, 7 വാർഡുകൾ തുടങ്ങി 6-ാം വാർഡ് തുടങ്ങി എല്ലാ വാർഡുകളും ബന്ധപ്പെടുത്തി വളരെ മനോഹരമായ ഒരു റോഡ് അത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പണിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത്. അതിൻ്റെ ആഹ്ലാദത്തിലാണ് എല്ലാവരും ഇന്ന്. വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ MLA വന്നതിന് ശേഷം ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്ത 2 കോടി ചിലവാക്കി ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്ത റോഡ് കൂടിയാണിത്. ഈ റോഡ് കൊണ്ട് നമുക്ക് ചില്ലീസ് ഭാഗത്ത് തിരക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ഈ ഭാഗത്ത് കൂടി തിരിഞ്ഞു വരാനും നമുക്ക് വളരെയധികം സൗകര്യപ്രദമായ റോഡ് കൂടിയാണിത്. അത് MLA കഴിഞ്ഞ 28-ാം തീയതി തുടങ്ങി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞതിലും 3 മാസം പറഞ്ഞതിലും അത് വേഗത്തിൽ ഈ റോഡ് പണി കഴിക്കാൻ MLAക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. 2024-25 വാർഷിക പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്കും പാശ്ചാത്തല മേഖലയിൽ പ്രാദേശിക റോഡുകളുടെ പുനരുദ്ധാരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ 50 ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശം. ഇതിൽ 19 ലക്ഷം രൂപ ആയുർവേദ മേഖലയിലേക്കാണ്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് എന്ന പ്രൊജക്റ്റും പദ്ധതികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നടന്ന വികസന സെമിനാറിൽ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 24-25 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാം ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും ആസൂത്രണ സമിതിയൊക്കെ ആയി നമ്മൾ കൂടിയാലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതമായി ഉത്പാദന മേഖലകളിലേക്കും അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലേക്കും അതുപോലെ തന്നെ ആരോഗ്യമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ വനിതാ ശിശു വികസനമായിക്കോട്ടെ അതുപോലെ തന്നെ ഏത് മേഖലയായാലും ഭിന്നശേഷിക്കാരായിക്കോട്ടെ എല്ലാത്തിലേക്കും നിർബന്ധിതമായി നമ്മൾ ആസൂത്രണം ചെയ്യേണ്ട മേഖല വികസന പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകും. ഇനി കൂട്ടിച്ചേർക്കേണ്ടതായി നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങളെ കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ബജറ്റ് അവതരണമായിരിക്കും ഈ ഗ്രാമപഞ്ചായത്തിന്റേത് എന്നുള്ള ഒരു ഉറപ്പുകൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കുഞ്ഞുമൊയ്തു, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ P. സന്തോഷ്, ആലിക്കൽ നസീർ, യൂസഫ് തിരുണ്ടിക്കൽ, മുസ്തഫ കല്ലേപ്പറമ്പിൽ, M. വിജീഷ്, സിജാഹ് തുടങ്ങിയവർ പങ്കെടുത്തു. വികസന സെമിനാറിൽ ഉയർന്ന അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ച് അന്തിമ പദ്ധതി രേഖയ്ക്ക് രൂപം നൽകും. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് നൽകി വരുന്ന നിവാപം ഗ്രാമകലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നിവാപം 2024 കഥകളി പുരസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കും, ഗ്രാമകലാ പുരസ്കാരം പ്രസിദ്ധ മാരിയമ്മൻ പാട്ടുകലാകാരൻ PR അരുണാചലത്തിനുമാണ് നൽകുന്നത്. പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ സ്മരണയ്ക്കായി 2014 മുതലാണ് വെള്ളിനേഴി പഞ്ചായത്ത് നിവാപം കഥകളി പുരസ്കാരം നൽകി വരുന്നത്. വെള്ളിനേഴി പ്രദേശത്തെ വിവിധ കലാരംഗത്തുള്ളവർക്കാണ് ഗ്രാമകലാ പുരസ്കാരം നൽകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി, കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാൾ വാഴേങ്കട വിജയൻ, കേരള കലാമണ്ഡലം ഭരണസമിതി അംഗവും കഥകളി ഡീനുമായ KB. രാജാനന്ദ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. മാർച്ച് 11 വൈകിട്ട് 5 വെള്ളിനേഴി GLP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കലാമണ്ഡലം രാമൻകുട്ടി നായർ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ആശാന്റെ കുടുംബം യുവ കഥകളി നടന്മാർക്കായി ഏർപ്പെടുത്തിയ രാജസം പുരസ്കാരവും
ചടങ്ങിൽ പ്രശസ്ത കഥകളി നടൻ ചമ്പക്കര വിജയന് നൽകും. ശ്രീകൃഷ്ണപുരം VTB കോളേജിൽ VT പുരസ്കാരദാനവും അനുസ്മരണ സമ്മേളനവും ഫെബ്രുവരി 9 നടക്കും. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാന് സമ്മാനിക്കും. ശ്രീ ശങ്കര ട്രസ്റ്റ് സെക്രട്ടറി ബ്രിഗേഷ് പട്ടിശ്ശേരി പുരസ്കാരദാനം നിർവഹിക്കും. കോളേജിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ VT അനുസ്മരണ സമിതി പ്രസിഡന്റ് ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വിവിധ സ്കോളർഷിപ്പുകളുടെയും എൻഡോമെന്റുകളുടെയും വിതരണവും നടക്കുമെന്ന് മാനേജർ പ്രൊഫസർ നാരായണൻ നമ്പൂതിരി, VT അനുസ്മരണ സമിതി പ്രസിഡന്റ് സരിത നമ്പൂതിരി, സെക്രട്ടറി മാധവ സദാശിവൻ P എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. Likewise, a lot of scholarships will be given away, and the prizes of the say competition will also be distributed. We have requested all the 3 of the participants who have been given the award to come there and receive the award. So this will take place in the next 24 hours from now. 58ാമത് സീനിയർ നാഷണൽ ബോഡി ബിൽഡിംഗ് മിസ്റ്റർ ഇന്ത്യ 2023-24 ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 10-11 തീയതികളിലായി വാണിയംകുളത്ത് വെച്ച് നടക്കും. മത്സരത്തിൽ 400-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നോ ടു ഡ്രഗ്സ് ഫോർ ഹെൽത്തി ഇന്ത്യ എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷനും വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജും സംയുക്തമായി 58ാമത് സീനിയർ നാഷണൽ ബോഡി ബിൽഡിംഗ് മിസ്റ്റർ ഇന്ത്യ 2023-24 ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 10-11 തീയതികളിൽ വൈകിട്ട് 6 മണി മുതൽ വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മത്സരം നടക്കുക. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് VV വേണുഗോപാൽ പറഞ്ഞു. മിസ്റ്റർ ഇന്ത്യ നാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് സായ് ജെ ശരവൺ കുമാർ എന്ന പോണ്ടിച്ചേരി മിനിസ്റ്ററാണ്. അന്നേ ദിവസം തന്നെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യവും ആ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലോസിംഗ് സെറമണി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്പോർട്സ് മന്ത്രി V. അബ്ദുറഹ്മാൻ സാറാണ്. അന്നേ ദിവസം SP, DYSP, CA എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. പാലക്കാട് ഒളിമ്പിക് അസോസിയേഷനും ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ഫെഡറേഷനും അതുപോലെ തന്നെ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ചേർന്ന് ആണ് ഈ പ്രോഗ്രാം വളരെ മനോഹരമാക്കി തീർക്കുന്നത്. മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ 57 വർഷങ്ങളിൽ നടന്ന കോമ്പറ്റീഷനെ അപേക്ഷിച്ച് 58ാമത്തെ ഈ കോമ്പറ്റീഷൻ വളരെ വർണ്ണാഭമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 400-ൽ പരം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. വിവിധ ഇനങ്ങളിലായി 20 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകുന്നത്. മിസ്റ്റർ ഇന്ത്യയെ കാത്തിരിക്കുന്നത് 1.5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും മിസ്റ്റർ ഇന്ത്യ ട്രോഫിയുമാണ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അതിനു പുറമെ വിവിധ കാറ്റഗറികളിലായി 14 കാറ്റഗറികളിലായിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ആ 14 കാറ്റഗറികളിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാഷ് പ്രൈസുകൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. റണ്ണറപ്പിന് 50,000 ആണ്, മോസ്റ്റ് മസ്കുലർ മാൻ 10,000, ബെസ്റ്റ് പോസർ കോൺടെസ്റ്റിൽ 20,000. ഇങ്ങനെയാണ് ക്യാഷ് പ്രൈസിന്റെ ഡീറ്റെയിൽസ് പോകുന്നത്. തീർച്ചയായും ഈ കോമ്പറ്റീഷൻ ഒരു അവിസ്മരണീയമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം കലവറയിൽ. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ മിസ്റ്റർ ഇന്ത്യ TK ബ്രിജേഷ്, അസോസിയേഷൻ സെക്രട്ടറി സക്കീർ നാലകത്ത്, അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് VG ബാബു, ട്രഷറർ ജോസ് പല്ലിശ്ശേരി തുടങ്ങിയവരും പങ്കെടുത്തു. ഷോറിൻ റിയു കരാട്ടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 28ാമത് കേരള സ്റ്റേറ്റ് ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 10-ന് വാണിയംകുളം മനുശ്ശേരിയിൽ വെച്ച് നടക്കും. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷോറിൻ റിയു കരാട്ടെ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 28ാമത് കേരള സ്റ്റേറ്റ് ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 10-ന് വാണിയംകുളം മനുശ്ശേരിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. 200-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് രാവിലെ 10 മണിക്ക് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലൈസൻസ്ഡ് ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു മാർഷൽ ആർട്ട് ട്രെയിനിങ് സെൻ്ററാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും കൃത്യമായി പല ചാമ്പ്യൻഷിപ്പുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റപ്പാലത്ത് തന്നെ ഇതിനു മുമ്പ് നാഷണൽ ഇവൻറ്റ്സും ഇൻ്റർനാഷണൽ ഇവൻറ്റ് ഇൻഡോ ശ്രീലങ്കൻ ഇവൻറ്റ് വരെ നമ്മൾ കോർഡിനേഷൻ ക്ലബ്ബിലെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു കോവിഡ് പ്രശ്നം കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് ആ ഒരു ഗ്യാപ്പ് വന്നത്. ഇപ്പോൾ നമ്മൾ 28ാമത് സ്റ്റേറ്റിനകത്തുള്ള
കേരള സ്റ്റേറ്റ് ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പാണ് 10-ാം തീയതി, അതായത് നമ്മുടെ ശനിയാഴ്ച KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത്. അത് വളരെ സുതാര്യമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കലായിട്ടുള്ള ജഡ്ജസും ഇവരെയൊന്നും അല്ലാതെ നമ്മളെല്ലാം കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ജഡ്ജസാണ് കൊണ്ടുവരുന്നത്. അതിൽ പങ്കെടുക്കുന്നൊരു പ്രധാനപ്പെട്ട ജഡ്ജ് എന്ന് പറയുന്നത് ഹൻസി ശിവദാസ് എന്ന് പറഞ്ഞ ജഡ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ജഡ്ജാണ് അദ്ദേഹം. ആർട്ട് എന്ന് പറഞ്ഞ ഒരു കലയാണ്, ഇതൊരു കലയാണ്. ഈ കലയെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ഈ സംഘടന, ഈ ടൊറന്റോ കരാട്ടെ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതരം സോഷ്യോ എക്കണോമിക് വെൽഫെയർ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി അബ്ദുൽ ഖാദർ വിജയികൾക്ക് ട്രോഫികൾ നൽകും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ NS ശിവകുമാർ, ചെയർമാൻ സുജിത് പി രാജ്, പി സുജിൻ രാജ്, KP ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. അലനല്ലൂർ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ബൈത്തുറഹ്മയുടെ നിർമ്മാണോദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കാട്ടുകുളം സ്വദേശികളായ 4 സഹോദരിമാർക്കാണ് വീട് നിർമ്മിക്കുന്നത്. മാതാപിതാക്കൾ മരണപ്പെട്ട 4 സഹോദരിമാർക്കാണ് അലനല്ലൂർ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ബൈത്തുറഹ്മ നിർമ്മിച്ചു നൽകുന്നത്. 700 അടി ചതുരശ്ര വിസ്തീർണത്തിലാണ് വീട്. ബൈത്തുറഹ്മയുടെ നിർമ്മാണോദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പോഷക സംഘടനകളുടെയും അഭ്യുദയകാംക്ഷികളുടെയൊക്കെ സഹായ സഹകരണങ്ങളാണ് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ളത്. ഈ ബൈത്തുറഹ്മക്കും സഹായിക്കാൻ വേണ്ടി നാനാ തുറയിലുള്ള ആളുകളുടെയും സഹായങ്ങൾ ഉണ്ട്. അതൊക്കെ സമാഹരിച്ചുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട ഈ പ്രദേശത്ത് വളരെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് തന്നെയാണ് ഇതിപ്പോൾ ഇവിടെ നൽകപ്പെടുന്നത്. അലനല്ലൂർ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റഷീദ് ആലായൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA, മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, ട്രസ്റ്റ് കൺവീനർ ബഷീർ തെക്കൻ, മുസ്ലിം ലീഗ് അലനല്ലൂർ മേഖലാ പ്രസിഡന്റ് യൂസഫ് പാക്കത്ത്, ജനറൽ സെക്രട്ടറി ഉസ്മാൻ കൂരിക്കാടൻ, മുസ്ലിം ലീഗ് മണ്ഡലം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് അലി ആലായൻ, ഇന്നി കുളപ്പറമ്പ്, PMS ഇമ്പിച്ചിക്കോയത്തങ്ങൾ, മുഹമ്മദ് കുട്ടി ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. ട്രസ്റ്റിന് കീഴിൽ 6 മാസം മുന്നേ ആംബുലൻസിന്റെ സേവനം ആരംഭിച്ചിരുന്നു. ആംബുലൻസിന്റെ ഉദ്ഘാടന ദിവസമാണ് ട്രസ്റ്റ് ഈ ബൈത്തുറഹ്മയുടെ പ്രഖ്യാപനം നടത്തിയത്. സർവീസിലിരിക്കെ മരിച്ച സീനിയർ CPO ജയരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സ്വരൂപിച്ച കുടുംബസഹായ നിധി വിതരണം ചെയ്തു. കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ പെരുമാറ്റം ക്രൂരമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പോലീസ് ട്രെയിനി രാജേഷ് കുമാർ IPS പറഞ്ഞു. സ്ഥലം മാറ്റം, നിയമനം എന്നതിനപ്പുറം ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കേരളത്തിലെ പോലീസ് നൽകുന്നുണ്ട്. കേരളത്തിൻ്റെതായ സംസ്കാരം പോലെ തന്നെ കേരള പോലീസിനും സവിശേഷമായ സംസ്കാരമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ പോലീസിന്റെ സമീപനം ക്രൂരമാണ്. ഏത് സമയത്തും ലാത്തിയും IPS ഉദ്യോഗസ്ഥർ റിവോൾവറുമായാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മരണപ്പെട്ട ജയരാജന്റെ മക്കൾക്കും സേവനത്തിലേക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഇരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ലാത്തി സർവീസുകൾ തുടങ്ങിയ ഉപയോഗിച്ചുകൊണ്ടെല്ലാം നമ്മുടെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന എന്നുള്ള സംവിധാനം കേരളത്തിലുണ്ട്. അതിനും അദ്ദേഹം പ്രശംസിക്കുന്നു. So basically, I am like I'm very new to the police service. So my congratulations to both of the sons of Jay. They both are into another part of the police family now. One is already undergoing the training, and the second one is about to start the training. Right? So welcome to the police. കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്ന് സ്വരൂപിച്ച 11 ലക്ഷം രൂപ വിജയന്റെ ഭാര്യയും 2 മക്കളും ചേർന്ന് ഏറ്റുവാങ്ങി. KPOA പ്രസിഡന്റ് P കുമാരൻ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് DYSP TS സനോജ്, മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ER ബൈജു, നഗരസഭാ കൗൺസിലർ M മുഹമ്മദ് ഇബ്രാഹിം, KPOA സെക്രട്ടറി P മണികണ്ഠൻ, KPA സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം V ജയൻ, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് M ശിവകുമാർ, R സതീഷ്, PK അജി എന്നിവർ പ്രസംഗിച്ചു. വീണ്ടും ഇടവേള.
വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 51ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ലാഭവിഹിതം മുഴുവനായും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഈ മാസം 15-16 തീയതികളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും ഖാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഖാദർ അലി ക്ലബിന്റെ 51ാമത് ടൂർണമെന്റ് വൻ വിജയമായി. ബുധനാഴ്ച ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ ടൂർണമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. 56,83,800 രൂപയാണ് വരവ്. 45,95,500 രൂപയാണ് ചിലവായ തുക. 5,88,300 രൂപ ലാഭം ലഭിച്ചു. 51ാമത് ഖാദർ അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ 2023 ഡിസംബർ 17 തുടങ്ങി ജനുവരി 15 വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ച്, സെവൻസ് ഫുട്ബോളിനെ സംബന്ധിച്ച് എന്നും അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിരുന്നു ഈ വർഷം നടത്തിയ ടൂർണമെൻറ്റ്. അതിൻ്റെ ഈ വർഷത്തെ ടോട്ടൽ വരവ് 51,83,800 രൂപയാണ് അതിൻ്റെ വരവ്. ചെലവ് 45,95,95,500 രൂപയാണ് ചെലവ്. അതിൻ്റെ ബെനിഫിറ്റ് ലാഭം എന്ന് പറയുന്നത് 5,88,300 രൂപ ലാഭമായിട്ടുള്ള ഒരു നല്ല ടൂർണമെന്റ്, ജനങ്ങളുടെ നല്ല സപ്പോർട്ടോടു കൂടി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ അതിൻ്റെ വിജയത്തിന്റെ പിന്നിലുണ്ട്. ഒപ്പം തന്നെ പെരിന്തൽമണ്ണയിലെ ദൃശ്യവാർത്താ മാധ്യമങ്ങൾ സുഹൃത്തുക്കളുടെയൊക്കെ വലിയ പിന്തുണയോടു കൂടിയാണ് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടൂർണമെന്റിന്റെ വരുമാനം മുഴുവനായും ജീവകാരുണ്യ സാമൂഹ്യ സേവനങ്ങൾക്കും കായിക മേഖലയുടെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുമെന്ന് ഖാദർ അലി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഈ പെരിന്തൽമണ്ണയിലെ കിഡ്നി രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അതിന് ഫണ്ട് ചെലവഴിക്കുന്നത്. കൂടെ തന്നെ ഈ പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഫുട്ബോൾ 20 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് സ്ഥിരമായി കോച്ചിങ് ക്യാമ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 ഗണത്തിൽപ്പെടുന്ന രൂപത്തിലാണ് ഈ സാമ്പത്തിക ലാഭത്തിൽ നിന്ന് ഞങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടനവധി പദ്ധതികൾ വേറെയും ഞങ്ങളെ ക്ലബിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും ഈ വർഷത്തെ ലാഭവിഹിതം പൂർണ്ണമായിട്ടും ഈ 2 ചികിത്സക്ക് വേണ്ടിയും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടിയും ചെലവഴിക്കും എന്ന് അറിയിക്കുന്നു. ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും വിദേശത്ത് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 15-16 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ 16 ടീമുകളെ പങ്കെടുപ്പിച്ചാണ് ടൂർണമെന്റ് നടത്തുന്നതെന്ന് ഖാദർ അലി ക്ലബ് ജനറൽ സെക്രട്ടറിയും ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനറുമായ പച്ചീരി ഫാറൂഖ് പറഞ്ഞു. ഈ 51ാമത് ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് ഈ വരുന്ന ഫെബ്രുവരി 15-16 തീയതികളിൽ ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റിലുള്ള സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഏകദേശം 16ഓളം ടീമുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. ആ ജിദ്ദയിലെ പ്രമുഖ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന ടീമുകളും കൂടെ തന്നെ നമ്മളെ പെരിന്തൽമണ്ണക്ക് സമീപമുള്ള തിലകം തിറൂക്കാട് എന്ന അറിയപ്പെടുന്ന വലിയൊരു ടീം തന്നെയാണ്. ആ ടീമും ഈ ടൂർണമെന്റിൽ മാറ്റിവെക്കുന്നുണ്ട്. ഈ കേരളത്തിലെ സെവൻസിൽ കളിക്കുന്ന ഒട്ടനവധി താരങ്ങൾ ഈ ടൂർണമെന്റിൽ കളിക്കാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ജിദ്ദയിൽ, സൗദി അറേബ്യയിലെ നിങ്ങൾക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിലെ മാറ്റം എന്ന നിലയിൽ സ്ത്രീകൾ മുൻനിരയിൽ നിന്നുകൊണ്ട് ആ ടൂർണമെന്റിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൗദി അറേബ്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീ സാന്നിധ്യത്തോടു കൂടി, സ്ത്രീ പങ്കാളിത്തത്തോടു കൂടി ഒരു ടൂർണമെന്റ് അവിടെ നടക്കാൻ പോകുന്നത്. അത് പുതുമയുള്ള ഒരു കാഴ്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ക്ലബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി, ട്രഷറർ മണ്ണിൽ ഹസൻ, എച്ച് മുഹമ്മദ് ഖാൻ, അസീസ് മണ്ണേങ്ങൽ, യൂസഫ് രാംപുരം, കുറ്റിരി മാനുപ്പ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം ഫെബ്രുവരി 9 വെള്ളിയാഴ്ച തുടങ്ങും. വൈകിട്ട് മഹാസുദർശന ഹോമത്തിന് ശേഷം കൊടിമരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ബിംബവും എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രയോടെയാണ് ചടങ്ങ് തുടങ്ങുക. 13 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം, അഷ്ടബന്ധ കലശം, സഹസ്ര കലശാഭിഷേകം എന്നീ താന്ത്രിക ചടങ്ങുകളും ധ്വജപ്രതിഷ്ഠ, നാഗരാജപ്രതിഷ്ഠ ചടങ്ങുകളും ഉത്സവവും ഫെബ്രുവരി 9 മുതൽ 23 വരെയാണ് നടക്കുന്നത്. 1000-ലധികം വർഷം പാരമ്പര്യം നിർണയിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ
പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നവീകരണ കലശവും പ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ആനമങ്ങാട് മഹാദേവമംഗലം ക്ഷേത്രത്തിൽ 9/2/2024 നാളെ മുതൽ നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠയും നടത്തപ്പെടുകയാണ്. കാഞ്ഞൂർ മനവകയുള്ള ക്ഷേത്രം 1992 പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് ക്രിയ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നവീകരണ കലശം നടക്കുന്നത് ഇപ്പോഴാണ്. ക്ഷേത്രത്തിനകത്ത് തന്നെ അയ്യപ്പൻ്റെ ശ്രീകോവിലും ഗണപതിയുടെ ശ്രീകോവിലുമുള്ള അപൂർവം മഹാവിഷ്ണുവിൻ്റെ അമ്പലം, അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ആനമങ്ങാട് ശ്രീ മഹാദേവമംഗലം ക്ഷേത്രം. കാഞ്ഞൂർ മനവകയുള്ള ജന്മാവകാശം കാഞ്ഞൂർ മനവകയാണ്. ക്ഷേത്രം തന്ത്രി എടത്തറ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി, ചേറമ്പറ്റ തൃക്കാരമണ്ണ സുധീഷ് പട്ടതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. 9 വെള്ളിയാഴ്ച വൈകിട്ട് 4 മഹാസുദർശന ഹോമത്തിനു ശേഷം കൊടിമരം പ്രതിഷ്ഠിക്കുന്ന ബിംബവും എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രയോടെ ചടങ്ങുകൾ ആരംഭിക്കും. വിവിധ ക്ഷേത്ര മാതൃസമിതികളുടെ തിരുവാതിരക്കളി, ആനമങ്ങാട് ചിലങ്ക നൃത്തവിദ്യാലയത്തിൻ്റെയും ശ്രുതിലയ നൃത്തകേന്ദ്രയുടെയും നൃത്തനൃത്യങ്ങൾ, പുറമണ്ണൂർ ശോഭ ടീച്ചറുടെ ഭക്തി പ്രഭാഷണം, വാസുദേവാനന്ദ ബ്രഹ്മശ്രീ ഭൂതിസ്വാമികൾക്ക് പൂർണ്ണകുംഭത്തോടെ സ്വീകരണം, പനമണ്ണ ശശി, ചെറുപ്പശ്ശേരി രാജേഷ് സംഘത്തിൻ്റെ ഡബിൾ തായമ്പക, മണലൂർ ഗോപിനാഥൻ്റെ ഓട്ടൻതുള്ളൽ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെയും സംഘത്തിൻ്റെയും പഞ്ചാരിമേളം, ഒറ്റപ്പാലം ഹരി, ചെറുപ്പശ്ശേരി ഹരിഹരൻ സംഘത്തിൻ്റെ പഞ്ചവാദ്യം തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളായി നടക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 18 ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും നയിക്കുന്ന പഞ്ചാരിമേളം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം കൊടിമരത്തിനുള്ള വിഗ്രഹ ഘോഷയാത്രയോട് കൂടിയിട്ട് ഈ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിൽ പരമപ്രധാനമായിട്ടുള്ള ധ്വജപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നടക്കുന്നത് 18/2/2024 അന്നേ ദിവസം രാവിലെ 9 മുതൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ അവസാനിക്കുന്ന 21-ാം തീയതി ചെർപ്പളശ്ശേരി ഹരിഹരനും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യം, 12-ാം തീയതി പനമണ്ണ ശശിയും ചെർപ്പളശ്ശേരി രാജേഷും നടത്തുന്ന ഡബിൾ തായമ്പക. അതോടുകൂടെ തന്നെ ഈ നാട്ടിലെ കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികൾ എല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടത്തറ മൂത്തേടത്തുമന നാരായണ നമ്പൂതിരിപ്പാടും തൃക്കാരമണ്ണ സുധീഷ് ഭട്ടതിരിപ്പാടുമാണ്. അവരുടെ നേതൃത്വത്തിലുള്ള 10-16 നമ്പൂതിരിമാർ 11 ദിവസങ്ങളിലെ കലശക്രിയകളും 13-ാമത്തെ ദിവസം ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 23 രാവിലെ 8 മണിക്ക് ആറാട്ട് എഴുന്നള്ളിപ്പിനും ആറാട്ടുബലിക്കും ശേഷമാണ് കൊടിയിറക്കം. ക്ഷേത്രക്കുളത്തിൽ ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ് വാദ്യഘോഷങ്ങളാൽ പ്രദക്ഷിണം വയ്ക്കുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ CM ജ്യോതിഷ്, പ്രസിഡന്റ് C രാജഗോപാൽ, സെക്രട്ടറി K ദാമോദരൻ, MS രാജീവ്, എക്സിക്യൂട്ടീവ് മെമ്പർ CP കൃഷ്ണകുമാർ എന്നിവർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് മണിയാണി ശ്രീ മഹാകാളിയമ്മ ക്ഷേത്രത്തിൽ ഉച്ചാറൽ വേലയ്ക്ക് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പെരുമാനം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. തുടർന്ന് ശ്രീകൃഷ്ണപുരം സബരിയ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളിയും നടന്നു. ഫെബ്രുവരി 13 ചൊവ്വാഴ്ചയാണ് വേലാഘോഷം നടക്കുക. അതുവരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഗണപതി ഹോമം, വൈകുന്നേരം ദീപാരാധന, ചുറ്റുവിളക്ക്, ഭഗവത് സേവ, പുറത്തെഴുന്നള്ളിപ്പ് എന്നിവയും പ്രത്യേക പരിപാടികളും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ഉത്രത്തിൽക്കാവ് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജന ഉണ്ടായിരിക്കും. ഞായറാഴ്ച പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ നെടുമ്പള്ളി രാംമോഹന്റെ ശിഷ്യരും സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വിജയികളുമായ നിരഞ്ജൻ മോഹൻ, ശ്വേത യു നമ്പ്യാർ, ദീക്ഷിത MN എന്നീ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് നൽകും. തിങ്കളാഴ്ച പ്രശസ്ത സംഗീതജ്ഞൻ മീര ഉണ്ണികൃഷ്ണന്റെ സംഗീതാർച്ചനയും നടക്കും. ഉച്ചാറൽ വേല മഹോത്സവം ദിവസം രാവിലെ അഷ്ടപതി, പൂമൂടൽ, പ്രൊഫസർ നാരായണ നമ്പൂതിരിയുടെ ഭക്തിപ്രഭാഷണം, പ്രസാദകൂട്ട്, വൈകുന്നേരം 5 മേളത്തോടുകൂടി മംഗലാംകുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളത്ത്, ഡോക്ടർ കല്ലുവഴി മുരളി നമ്പീശൻ അവതരിപ്പിക്കുന്ന തായമ്പക എന്നിവ ഉണ്ടായിരിക്കും. ഇനി വാണിജ്യ വാർത്തകൾ. മുളയങ്കാവിന് പുത്തൻ രുചിഭേദങ്ങൾ സമ്മാനിച്ച് ബെസ്റ്റ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. സ്വാദിഷ്ടമായ ബേക്കറി വിഭവങ്ങൾ ഒരുക്കിയാണ്
ബെസ്റ്റ് ബേക്കറി മുളയങ്കാവ് സെന്ററിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിലുള്ള നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഈ ബേക്കറിയിൽ ലഭിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ബേക്കറിക്കുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷം മുളയങ്കാവ് ടൗണ് ഏറ്റവും കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മുളയങ്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മൺതിട്ടകൾ നീക്കം ചെയ്തു. അവിടെയും ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസാഖ്, പഞ്ചായത്ത് മെമ്പർമാരായ വേണുഗോപാൽ, കെ ബാലഗംഗാധരൻ, ജമീല, മുൻ പ്രസിഡന്റ് എൻ ഗോപകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, രാമദാസൻ, റഷീദ്, അശോക് കുമാർ, അച്യുതൻ തുടങ്ങിയവരും മറ്റ് അതിഥികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഫ്രഷ് ആൻഡ് ടേസ്റ്റി ഉൽപ്പന്നങ്ങളാണ് ബെസ്റ്റ് ബേക്കറിയുടെ മുഖമുദ്ര. സ്നാക്സുകൾ, വിവിധതരം കേക്കുകൾ, ബർത്ത്ഡേ സ്പെഷ്യൽ കേക്കുകൾ, മധുര പലഹാരങ്ങൾ, ഫ്രൂട്ട്സുകൾ, ടീ, കോഫി, ഐസ്ക്രീമുകൾ, ഫ്രഷ് ജ്യൂസുകൾ, മറ്റ് കൂൾ ഐറ്റംസുകൾ, എണ്ണക്കടികൾ എന്നിവ ബെസ്റ്റ് ബേക്കറിയിൽ ലഭിക്കും. നിള ബേക്കറി ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപക തട്ടിപ്പ് കേസ്. തട്ടിപ്പിനിരയായവർ ജില്ലാ പോലീസ് മേധാവിയെ കണ്ടു. ആശുപത്രി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നതായി പരാതി. UDF കൗൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി. ചെർപ്പുളശ്ശേരിയിലെ UDFകാർ മോശക്കാരെന്ന് CPM കരുതേണ്ടെന്ന് ലീഗ് നേതാവ് KK അസീസ്. ആരോഗ്യമേഖലയ്ക്കും കൃഷിക്കും ഊന്നൽ നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. 135.81 കോടിയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പുതിയ ശുദ്ധജല പദ്ധതികൾക്കും തുക. ഭവന നിർമ്മാണത്തിനും ആരോഗ്യമേഖലയ്ക്കും ഊന്നൽ നൽകി താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. ബജറ്റിലേത് ഭാവനാശൂന്യമായ പദ്ധതികളെന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ. പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.